ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോഴും എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്ന് അറിഞ്ഞവനെ സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ ചില വേദവാക്യങ്ങൾ കൂടി വായിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. 139 സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. പലപ്പോഴും ദൈവത്തെ മറന്നും ദൈവത്തിൽ നിന്ന് അകന്നും ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ തിരിച്ചറിയാതെ പോകുന്ന ഒരു സത്യമുണ്ട്. ദൈവം അവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ആത്മാവിൻ്റെ സാന്നിധ്യം അവർക്ക് ചുറ്റിനും എപ്പോഴും ഉണ്ട് എന്നുള്ളതായ കാര്യം. അതുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തെ മറന്ന് നമുക്കൊരിക്കലും ഒരിടത്തും പോയി വിളിക്കുവാനും മറയുവാനും കഴിയുകയില്ല എന്നുള്ള പരമാർത്ഥ സത്യത്തെ ഈ വേദവാക്യങ്ങളിൽ കൂടി നമ്മളോട് പറയുകയാണ്. അതിൻ്റെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഈ ലോകത്ത് പല രീതിയിലുള്ളതായ പരിശോധനാ മാർഗങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ എല്ലാം പല സന്ദർഭത്തിലും പരിശോധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ മനുഷ്യരെ ഇന്നും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് പ്രത്യേകമായ കോഡുകൾ കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ റെക്കോർഡുകളും ഇന്ന് പരിശോധിക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബ്ലഡ്, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ശാസ്ത്രീയ പുരോഗതികൾ വളരെ വർദ്ധിച്ച് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സംവിധാനങ്ങൾ കൊണ്ട് മനുഷ്യനെ പരിശോധിക്കുവാനല്ല. ഇവിടെ പറയുന്നത്, ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ മാനുഷികമായുള്ള പരിശോധന എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജഡവുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളാണ്. ജഡത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ്, ഷുഗറിൻ്റെ അളവ്, അതുപോലെ കാൽസ്യത്തിൻ്റെ അളവ്, അങ്ങനെ മറ്റു പലതും ഈ ലോകത്ത് ചെയ്തു വരുന്നു. എന്നാൽ മനുഷ്യ മനസ്സിനെ, ആത്മാവിനെ ശോധന ചെയ്യുന്ന ഒരു മിഷനും ഇന്നുവരെയും ഒരിടത്തും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും ദൈവം അതിന് അനുവദിക്കാത്തത് കൊണ്ടും മനുഷ്യൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള പരമാർത്ഥ സത്യത്തെ ഈ വേദഭാഗങ്ങളിൽ കൂടി നമ്മളോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നു, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ നിരൂപണവും എൻ്റെ നടപ്പും കിടപ്പും എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല. അപ്പോൾ ദൈവം നമ്മളെ എത്ര കണ്ട് പരിശോധിക്കുന്നു എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മുടെയൊക്കെ വിചാരം, ആരും നമ്മളെ കാണുന്നില്ല, നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ വേദന അറിയുന്നില്ല, നമ്മുടെ ആത്മാവിലെയും ശരീരത്തിലെയും ആവശ്യങ്ങൾ അറിഞ്ഞ് ആരും നമ്മളെ സഹായിപ്പാനില്ല എന്നൊക്കെ പരാതി പറയുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ് നമ്മളൊക്കെ. എന്നാൽ നാം അറിയാതെ നമ്മളെ പരിശോധിക്കുന്ന, ശോധന കഴിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്നെങ്കിൽ അവൻ്റെ കണ്ണിന് മുൻപിൽ ഒന്നും മറവല്ല, സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട്
ദൈവത്തെ മറന്നും മറച്ചു വെച്ചും നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആ ദൈവത്തിൻ്റെ മുൻപാകെ നാം പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന, നിന്റെ മനസ്സിൻ്റെ നൊമ്പരമറിയുന്ന, നിന്റെ കണ്ണുനീർ കണ്ടാൽ മനസ്സലിഞ്ഞ് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം നിന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ കാര്യം നീ മറന്നു പോകരുത്. ദൈവവചനം ദാവീദിൽ കൂടി ഇപ്രകാരം പറയുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ, ദൈവത്തെ ആവശ്യമുള്ള ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ, ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്നും ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെയൊക്കെ ശോധന ചെയ്യുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളൊക്കെയും അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കുറവുകൾ പരിഹരിക്കുവാൻ ഈ ലോകത്ത് പല സംവിധാനവും നാം നിലനിൽക്കുമ്പോൾ, നമ്മുടെ ആത്മാവിൻ്റെ ഞെരുക്കങ്ങൾ അറിഞ്ഞ്, കുറവുകൾ അറിഞ്ഞ്, നമ്മുടെ പാപങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിപ്പാൻ ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ് ചിലരെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയായി തീരുന്നതെന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. അങ്ങനെ ഒരു ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ പലരും ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചേനെ, ഈ ലോകത്തോട് വിട പറഞ്ഞേനെ, എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞേനെ. എന്നാൽ ഇന്ന് രാത്രിയിലും അവർ നിലനിൽക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അറിഞ്ഞ് സഹായവുമായി സ്വർഗത്തിലെ ദൈവം കടന്നു വന്നതുകൊണ്ടാണ്. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്ന തൻ്റെ മക്കളെ അവൻ സ്വർഗത്തിലെ ദൈവം വിടുവിക്കുകയും അവനെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി അവൻ്റെ ആഗമനത്തെ സ്ഥിരമാക്കി അവനെ എന്നും അനുഗ്രഹത്തോടെ നടത്തുവാൻ ഇടയായി തീർന്നതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങളും ഈ പ്രോഗ്രാം ഇവിടെ നടത്തുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ അറിയാതെ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വിടുതലുണ്ട്. ആ ദൈവത്തെ മറന്ന് നമുക്കൊരിക്കലും ജീവിക്കുവാൻ കഴിയുകയില്ല. അനേക കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു, എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ദൈവം ഇത്ര പരിജ്ഞാനത്തോടെ, ജ്ഞാനത്തോടെ നമ്മളെ നടത്തുന്നത് പലർക്കും ഒരത്ഭുതമായി തീരുമ്പോൾ, ചിലർക്കൊക്കെ ഇതൊക്കെ പരിഹാസമായി തീരുന്നു, ഇതൊക്കെ ഒരു കുറച്ചിലായി തീരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുന്നു. ദൈവമില്ല എന്നുള്ളതായ ചിന്തയിലേക്ക് അവർ കടന്നു വരുന്നു. ദൈവത്തെ തള്ളിപ്പറയുന്നവരും ദൈവത്തിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പരിജ്ഞാനത്തോടെയാണ് സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്, അവർക്ക് വേണ്ടതൊക്കെ നൽകുന്നത് എന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുമായിരുന്നു, മഹത്വപ്പെടുത്തുമായിരുന്നു. എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം അത് ഉന്നതമായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ളതായ കരുതലും നമ്മളെക്കുറിച്ചുള്ളതായ വിചാരങ്ങളും ദൈവികമായ പരിപാലനങ്ങളും നമുക്കാർക്കും ഗ്രഹിച്ചുകൂടാതെ വണ്ണം അത് ഉന്നതമാണ്. ആർക്കും അതിനെ വിവരിക്കുവാൻ കഴിയുകയില്ല. അത് സസന്തോഷം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരായി നമ്മൾ ഇന്ന് പകലിൽ കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആമേൻ, ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. ദാവീദ് പറയുകയാണ്, ആ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടും? അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാനാണ്? ആ ദൈവത്തെ മറന്ന് എനിക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? ആ ദൈവത്തെ എനിക്ക് എങ്ങനെ തള്ളിപ്പറയുവാൻ കഴിയും? അത്ര ശ്രേഷ്ഠകരമായ പരിജ്ഞാനം കൊണ്ട്, ഗ്രഹിച്ചുകൂടാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികൾ കൊണ്ടും ഇന്ന് രാത്രിയിലും നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഞാൻ എങ്ങനെ മറന്ന് അവൻ്റെ സന്നിധി വിട്ട് ഓടിപ്പോകും? ഹല്ലേലൂയ. ഇനി ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പോയാൽ പോലും ദൈവം എന്നെ വിടുമോ? അല്ല. കർത്താവ് പറഞ്ഞു, തന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടർന്ന് വരുമെന്ന് പറയുമ്പോൾ നമ്മളെ പിന്തുടർന്ന് വന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്.
തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഹല്ലേലൂയ. നാം ദൈവത്തെ അറിഞ്ഞിട്ട് നാം എവിടെ പോയി പാർത്തെന്ന് പറഞ്ഞാലും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ്. ആ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമുക്കൊരിക്കലും ആദമവ്വാ ദമ്പതിമാർ ഓടി ഒളിച്ചതുപോലെ നമുക്ക് ഒളിക്കുവാൻ കഴിയുകയില്ല. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നതും മലർന്നതുമായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മളെ ശോധന ചെയ്ത് എല്ലാം അറിയുന്ന ദൈവത്തിന് മുൻപാകെ സാഷ്ടാംഗം പ്രണമിച്ച് സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഇളവ് കൂടാതെ സ്നേഹിക്കുന്നു സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കേട്ട വചനത്തിനുവേണ്ടി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും അവിടെയെല്ലാം ഓടി വരുന്ന ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ഞങ്ങൾക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം അത് ഉന്നതമായിരിക്കുന്നു. ഞങ്ങളെ ഇന്നയോളം പരിപാലിച്ചു, ഞങ്ങളെ അത്ഭുതകരമായി സൃഷ്ടിച്ചു, പരിപാലിച്ചു, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി. ഞങ്ങളുടെ നടപ്പും കിടപ്പും എല്ലാം ശോധന ചെയ്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിരൂപണങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങളുടെ ആഗമനത്തെ അങ്ങ് സ്ഥിരമാക്കി ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവകരങ്ങളെല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുക്രിസ്തു ധന്യമറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. താങ്ക് യു.